ഹായ് ഫ്രണ്ട്സ്, നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സാധാരണ നമ്മൾ ഇത്ര സൈഡ് ചെയ്തു വന്നത് ഒരു ടെക് വീഡിയോ ആണ്. പക്ഷെ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് ഒരു ക്രാഫ്റ്റ് വീഡിയോ ആണ്. ഈ ക്രാഫ്റ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് ഈ സാധാരണ നമ്മുടെ ചുമരൊക്കെ അലങ്കരിക്കാൻ പറ്റുന്ന ഒരു സംഭവമാണ്. അധികം ഞാൻ പറയുന്നില്ല, നമുക്ക് ആ സംഭവം ഒന്ന് നേരിട്ട് കാണാം. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മളിതാണ് നേരത്തെ പറഞ്ഞ സംഭവം. ഇതൊക്കെ നമ്മുടെ ചുമരുമേ തൂക്കിയിട്ടാണെങ്കിൽ ഒരു വെറൈറ്റി സംഭവം കൊണ്ട് തന്നെ നല്ല രസമായിരിക്കും കാണാൻ. ഇതിന്റെ മേക്കിംഗ് അത്ര കഷ്ടപ്പാടുള്ള മേക്കിംഗ് ഒന്നല്ല, ജസ്റ്റ് പേപ്പറും ഗ്ലൂവും വെച്ചിട്ടാണ് നമ്മളിത് ചെയ്തിട്ടുള്ളത്. നമുക്ക് ഇതിന്റെ മേക്കിംഗ് എങ്ങനെയാണെന്ന് നോക്കിയിട്ട് വരാം. നമുക്ക് ലാബിലേക്ക് പോവാം. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നമുക്ക് തുടങ്ങാൻ ആദ്യം വേണ്ടത് ഇതുപോലത്തെ ഒരു കാർഡ്ബോർഡിന്റെ പീസാണ്. അപ്പോൾ നമ്മൾ ആദ്യം സ്റ്റാർട്ട് ചെയ്യുന്നത് കഴുത്തിൽ നിന്നാണ്, മാൻ്റെ കഴുത്തിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യണത്. അപ്പോൾ അതിന് ഇതുപോലത്തെ ഒരു കാർഡ്ബോർഡിന്റെ പീസ് വേണം. എന്നിട്ട് നമ്മൾ കുറച്ച് ന്യൂസ് പേപ്പർ ചുരുട്ടിയാണ് സെറ്റ് ചെയ്യുന്നത്. അതായത് കഴുത്ത് നമ്മളിങ്ങനെ വെച്ചാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഞാൻ ഏകദേശം ഒരു ഐഡിയയിൽ ഇങ്ങനെ പേപ്പർ ചുരുട്ടി ഒട്ടിച്ച് ചെയ്യാണ്. ഇതുപോലെ നമ്മുടെ ഒരു ഐഡിയക്ക് അനുസരിച്ചിട്ട് വേണം നമ്മൾ ചെയ്യാൻ. ഓക്കെ, അപ്പോൾ ഇതുപോലെ കൂട്ടിച്ചേർത്ത് വെച്ചിട്ട് പേപ്പർ ഇതുപോലെ കൂട്ടിച്ചേർത്ത് വെക്കുക. എന്നിട്ട് നമ്മൾ ടേപ്പ് വെച്ച് ഒട്ടിക്കുക, ഓരോരോ പൊസിഷനിൽ വെച്ച് ഒട്ടിക്കുക. അങ്ങനെ കഴുത്തിൻ്റെ ഒരു ഷേപ്പ് നമുക്ക് അറിയാലോ. അതായത് ആ ബേസിൽ നിന്ന് കനം കൂടിയിട്ട് പിന്നെ കനം കുറഞ്ഞു വരുന്ന രീതിക്കാണ് നമ്മൾ കഴുത്ത് സെറ്റ് ചെയ്യേണ്ടത്. നമുക്ക് ഏകദേശം ആ കഴുത്തിൻ്റെ ഒരു രൂപം നമുക്കറിയാം. അതുകൊണ്ട് ഇതുപോലെ സെല്ലോ ടേപ്പൊക്കെ വെച്ച് ഒട്ടിച്ച് നമ്മൾ ആ ഒരു ഷേപ്പ് ക്രിയേറ്റ് ചെയ്യാണ്. ഇതുപോലെ ന്യൂസ് പേപ്പർ വെച്ചിട്ടാണ് മൊത്തം ചെയ്യുന്നത്. ഇതുപോലെ ന്യൂസ് പേപ്പർ വെച്ച് നമ്മൾ ആ ഒരു ഷേപ്പ് ചെയ്തെടുക്കാനാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അങ്ങനെ നമ്മൾ ആ ബേസ് മൊത്തം മറച്ചു. അതായത് ന്യൂസ് പേപ്പേഴ്സ് വെച്ചിട്ട് ബേസ് മൊത്തം കവർ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് മുകളിലേക്ക് ഉയർത്തി കൊണ്ടുവരണം. ഓക്കെ, ഇപ്പോൾ ജസ്റ്റ് ബേസ് ആയിട്ടുള്ളൂ. ഇനി നെക്ക്, അതായത് കഴുത്ത് മുകളിലേക്ക് ഇങ്ങനെ പേപ്പേഴ്സ് വെച്ച് ഉയർത്തി കൊണ്ടുവരണം. ഹൈറ്റ് കൂട്ടി വരണം. ഒപ്പം തന്നെ വണ്ണം, വീതി കുറച്ച് കൊണ്ടുവരണം. ഓക്കെ, നമുക്ക് കഴുത്തിൻ്റെ ഒരു ആംഗിൾ അറിയാലോ. എങ്ങനെ ഒരു ആംഗിളിലാണ് കഴുത്ത് വരാമെന്ന് അറിയാലോ. ആ ഒരു ആംഗിളിൽ വെച്ചിട്ട് വേണം നമ്മൾ കൊണ്ടുവരാൻ. നേരെ മുകളിലേക്കല്ല, ചെരിച്ചിട്ടാണ് നമ്മൾ കൊണ്ടുവരുന്നത് കഴുത്തിൻ്റെ ആ ഒരു ലെവല്. അപ്പോൾ നമ്മളൊരു സൈഡിലേക്ക് മുനമ്പ് പോലെ സെറ്റ് ചെയ്ത് പോവാണ്. നെക്കിൻ്റെ കറക്റ്റ് പൊസിഷൻ ചെക്ക് ചെയ്തിട്ട് വേണം നമ്മൾ ഓരോ പേപ്പേഴ്സും വെക്കാൻ. ഓക്കെ, കണ്ടോ, ഇപ്പോൾ ഒരു ഷേപ്പായി. നെക്ക് വന്നിട്ട് ഒരു ഷേപ്പായിട്ടുണ്ട്. അതായത് സെൻറ്ററിൽ കൂടെ ഒരു നാട പോണ കാണാം. അപ്പോൾ ഈ മാനിനൊക്കെ അങ്ങനത്തെ ഉണ്ടാവും. അതൊക്കെ ചെറിയ ഡീറ്റെയിലിംഗ് ആണ്. അതൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് വെക്കുക. ഓക്കെ, അങ്ങനെ കഴുത്ത് നമ്മൾ ഉയർത്തിയിട്ടുണ്ട്. ഇതുപോലെ കഴുത്ത് ഒന്ന് സെറ്റ് ചെയ്തെടുക്കണം. ആ നടുവിൽ കൂടെ പോകുന്ന നാട ആ ഒരു എല്ലിൻ്റെ ബോണിൻ്റെ പൊസിഷനാണത്. കറക്റ്റ് ആ ഒരു ട്രാക്കിൽ തന്നെ ഒരു പേപ്പർ പീസ് നമ്മൾ വെച്ചിട്ടുണ്ട്. അതൊക്കെ ഡീറ്റെയിലിംഗ് ആണ്. പെർഫെക്ഷൻ വരാൻ വേണ്ടിയിട്ടുള്ള ടെക്നിക്സ് ആണ് ഇതൊക്കെ. അങ്ങനെ ഇതാ കഴുത്തിൻ്റെ മുകളിൽ നമ്മൾ ഇതുപോലത്തെ ഒരു കോൺ ഷേപ്പിൽ പേപ്പേഴ്സ് ചുറ്റിയിട്ട് വെച്ചിട്ടുണ്ട്. അതായത് നമ്മൾ ഫേസിൻ്റെ ഒരു ഷേപ്പ് ആക്കിയിട്ടുണ്ട്. നമ്മുടെ മാൻ്റെ ഫേസിൻ്റെ ഷേപ്പ് ആക്കിയിട്ടുണ്ട്. വേറെ ഒന്നും ചെയ്തിട്ടില്ല. പേപ്പേഴ്സ് അങ്ങനെ വെച്ച് തന്നെ അതൊരു കോൺ ഷേപ്പിലാക്കി എടുത്തു. എന്നിട്ട് അറ്റം കട്ട് ചെയ്യാണ് ചെയ്തിട്ടുള്ളത്. ഇനി നമുക്ക് ചെവിയാണ് സെറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ സെയിം കാർഡ്ബോർഡിൻ്റെ പീസിൽ 2 ചെവി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ചെവിയുടെ ഷേപ്പ് നോക്കി അറിയാം. അത് കറക്റ്റ് ആ ഒരു ഇതിൽ തന്നെ തിരിച്ച് നോക്കി കറക്റ്റ് വെക്കുക. അങ്ങോട്ടും തെറ്റിപ്പോയാൽ പെർഫെക്ഷൻ പോവും. ചെവി എല്ലാന്ന് തോന്നിപ്പോവും. അപ്പോൾ അങ്ങനത്തെ ആ ഒരു പൊസിഷനിൽ കറക്റ്റായിട്ട് വെക്കുക. ഓക്കെ, ഞാനിതിങ്ങനെ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. നമ്മുടെ ടേപ്പ് വെച്ചിട്ടുണ്ട്. മാസ്കിൻ ടേപ്പാണ് മൊത്തം ഉപയോഗിച്ചിട്ടുള്ളത് നമ്മളിതിൽ മൊത്തം. അപ്പോൾ മാസ്കിൻ ടേപ്പ് വെച്ച് നമ്മൾ ആ ചെവി ഒട്ടിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഏകദേശം നമുക്കൊരു ഷേപ്പ് കിട്ടിയിട്ടുണ്ട്. അതായത് നെക്കും മാൻ്റെ ഫേസും കാര്യങ്ങളൊക്കെ ആയിട്ട് ഒരു ഷേപ്പ് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, കറക്റ്റ് ആ നെക്കിൻ്റെ ആ ഒരു സെൻറ്റർ പോർഷനൊക്കെ വരുന്നത് കാണാം. എന്നിട്ട് നമ്മളത് മൊത്തം മാസ്കിങ് ടേപ്പ് വെച്ച് ഒട്ടിച്ചിരിക്കുകയാണ്, കവർ ചെയ്തിരിക്കുകയാണ്. ഫുൾ മാസ്കിങ് ടേപ്പ് വെച്ച് ഒട്ടിച്ചിട്ടുണ്ട്. നമുക്ക് നോക്കിയാൽ കാണാം എല്ലാം മാസ്കിങ് ടേപ്പ് വെച്ച് കവർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒരു വൃത്തിയൊക്കെ വന്നിട്ടുണ്ട്. നമ്മുടെ ന്യൂസ് പേപ്പറൊന്നും കാണാൻ പറ്റണില്ല. ഇനി നമുക്ക് കൊമ്പാണ് സെറ്റ് ചെയ്യേണ്ടത്. കൊമ്പ് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ അതുപോലത്തെ ഒരു കമ്പി എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള ഒരു ഡിസൈനിലേക്ക് കമ്പി വളച്ച് വയ്ക്കുക. ഇഷ്ടമുള്ള ഷേപ്പിൽ കമ്പി നമ്മളിങ്ങനെ വളച്ച് സെറ്റ് ചെയ്ത് വയ്ക്കുക. എന്നിട്ട് നമ്മൾ അതിന് ചുറ്റും പേപ്പർ റോൾ ചെയ്തെടുക്കുകയാണ്. ഓക്കെ, അപ്പോൾ ന്യൂസ് പേപ്പർ വെച്ചിട്ട് തന്നെ നമ്മളിങ്ങനെ റോൾ ചെയ്തെടുക്കുകയാണ്. എല്ലാതും കവർ ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ കമ്പിയുടെ എല്ലാ ഭാഗത്തും കവർ ചെയ്തിട്ടുണ്ട്. അടിഭാഗം മാത്രം ഞാൻ കുറച്ച് നീട്ടത്തിൽ കമ്പി വെച്ചിട്ടുണ്ട്. കാരണം നമുക്കത് ഹെഡിലേക്ക് കുത്തി ഇറക്കാൻ വേണ്ടിയിട്ടാണ്.
എന്നിട്ട് അവിടെ പശ വെച്ച് നമ്മൾ സെറ്റ് ചെയ്യാണ് കൊമ്പ്. ഓക്കെ, അപ്പോൾ ഇതുപോലെ നമ്മൾ കൊമ്പും സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പുറത്തെ സൈഡിലത്തെ കൊമ്പും നമ്മൾ സെയിം രീതിയിൽ ചെയ്തെടുക്കേണ്ടതാണ്. ഓക്കെ, ഇനി നമ്മൾ ഡീറ്റെയിലിംഗ് എന്നൊരു സെക്ഷനിലേക്ക് കിടക്കുകയാണ്. അപ്പോൾ ഈ ഡീറ്റെയിലിംഗ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഇഷ്ടം പോലെ ഡീറ്റെയിലിംഗ് നമുക്ക് ചെയ്യാനുണ്ട്. ഇപ്പോൾ എക്സാമ്പിൾ പറയാൻ വെച്ചാൽ ഈ മാൻ്റെ കവിള്, ആ കവിളിൻ്റെ ഭാഗത്ത് നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും ശരിക്കും അത് കുഴിഞ്ഞിട്ടാണ് ഇരിക്കുന്നത്. അവിടെ ശരിക്കും വേണ്ടത് ഒന്നിങ്ങനെ പൊന്തിരിക്കുകയാണ്, ബൾജ് ചെയ്ത് നിൽക്കുകയാണ് വേണ്ടത് കവിള്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു അലുമിനിയം ഫോയിൽ എടുത്തിട്ട് ഇങ്ങനെ ഒട്ടിക്കുന്നത്, ഒരു ഈർമത കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതൊക്കെ തന്നെയാണ് ഡീറ്റെയിലിംഗ് എന്ന് പറയുന്നത്. ഇതുപോലെ കണ്ണിനുണ്ട് ഒരു ഡീറ്റെയിലിംഗ്, മൂക്കിനുണ്ടാവും, വായിക്കുണ്ടാവും. ഓക്കെ, അപ്പോൾ നമ്മൾ ഇങ്ങനെ ഒരു സൈഡിൽ കണ്ടോ, അപ്പുറ സൈഡിൽ ഒന്ന് ബൾജായി കിട്ടിയിട്ടുണ്ട്. അങ്ങനെ രണ്ട് സൈഡിൽ നമ്മൾ ചെയ്തെടുക്കണം. ഓക്കെ, അപ്പോൾ അങ്ങനെ ഒരു ബൾജിങ് ഉണ്ടായിരിക്കും ശരിക്കും ഇങ്ങനത്തെ മൃഗങ്ങൾക്ക് കവിളത്ത്. ഓക്കെ, അപ്പോൾ അത് ഒരു ഡീറ്റെയിലിംഗ് ആണ്. ഇനി നമ്മൾ ചെവിയിലേക്ക് കിടക്കാണ്. ചെവിക്ക് മുമ്പ് കണ്ണ് ചെയ്യണം. കണ്ണാണ് ആദ്യം ചെയ്തിട്ട് ചെവിയിലേക്ക് കിടക്കേണ്ടത്. കണ്ണ് ചെയ്യാൻ ഞാൻ ആദ്യം തന്നെ ഒരു അലുമിനിയം ഫോയിൽ ജസ്റ്റ് ഒന്ന് ബോൾ ഷേപ്പാക്കി പരത്തി എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതുപോലെ ഒട്ടിച്ചു കൊടുക്കുകയാണ്. ഓക്കെ, അപ്പോൾ കൃഷ്ണമണി ആണ് നമ്മളിപ്പോൾ ആദ്യം സെറ്റ് ചെയ്യുന്നത്. എന്നിട്ടാണ് നമ്മൾ കണ്ണിൻ്റെ മോൾ ഭാഗം അടിവശവും സെറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമ്മളിങ്ങനെ ജസ്റ്റ് ഒരു ബോൾ ഷേപ്പ് ആക്കി പരത്തിയിട്ട് ഇങ്ങനെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഐ ബോൾസ് ആയി. ഓക്കെ, ഇനി അതിൻ്റെ ചുറ്റും ഒരു ബോർഡർ സെറ്റ് ചെയ്യാണ്. അലുമിനിയം ഫോയിൽ എടുത്തിട്ട് തന്നെ ജസ്റ്റ് ഒരു ബോർഡർ പോലെ സെറ്റ് ചെയ്ത് കൊടുക്കുകയാണ്. ഇതുപോലെ നമ്മൾ അലുമിനിയം ഫോയിൽ എടുത്തിട്ട് ഒരു ബോർഡർ സെറ്റ് ചെയ്ത് കൊടുക്കുകയാണ്. ഷേപ്പ് നോക്കിയിട്ട് വേണം വെക്കാൻ, ആ കണ്ണിൻ്റെ ഭാഗം തന്നെയാണെന്ന് അറിഞ്ഞിട്ട് വേണം വെക്കാൻ. ഓക്കെ, അപ്പോൾ നമ്മൾ ഇതുപോലെ രണ്ട് ബോർഡറും വളച്ച് ഷേപ്പ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിൻ്റെ മുകളിൽ മാസ്കിംഗ് ടേപ്പ് വെച്ച് ഒട്ടിക്കുകയാണ്. ജസ്റ്റ് ഒന്നിങ്ങനെ ഇറക്കി കൊടുത്താൽ ആ ഷേപ്പിങ്ങിൽ കറക്റ്റ് വരും. നമ്മൾ നോക്കി ക്ഷമയോടുകൂടി വേണം ചെയ്യാൻ, അപ്പോൾ കറക്റ്റായിട്ട് വരും. ഇതുപോലെ ഇറക്കിയിട്ട് ഷേപ്പ് ചെയ്തെടുക്കണം. ഞാൻ അവിടെ സിസേഴ്സാണ് യൂസ് ചെയ്യണത്. അങ്ങനെ കറക്റ്റ് കുത്തി കുത്തി കൊടുക്കുക. അപ്പോൾ കുറച്ചാരുടെയും ഒന്ന് ക്ഷമിച്ച് ചെയ്താൽ ആ ഷേപ്പിലേക്ക് വരും. കറക്റ്റ് പൊസിഷനിങ് നോക്കിയിട്ട് കൊടുക്കുക ഐ ബോൾസിൻ്റെ ഒക്കെ. അങ്ങനെയാണെങ്കിൽ കറക്റ്റ് ഷേപ്പിലേക്ക് വരും. ഓക്കെ, ഇപ്പോൾ ഏകദേശം ഒരു കണ്ണിൻ്റെ ഷേപ്പ് ആയിട്ടുണ്ട്. ഇനി ബാക്കിയുള്ള കാര്യങ്ങൾ നമുക്ക് നോക്കാം. ഇനി നമ്മൾ ചെവിയിലേക്കാണ് കിടക്കുന്നത്. അപ്പോൾ ചെവി ഇതുപോലെ തന്നെ നമ്മളൊരു ബോർഡർ കൊടുക്കുകയാണ് ചെവിക്കും. അപ്പോൾ ഇങ്ങനത്തെ ഈ ഒരു ഡീറ്റെയിലിംഗ് സെക്ഷനാണ് കുറച്ചുകൂടിയും ബുദ്ധിമുട്ടുള്ള കാര്യം. അതായത് അതിൻ്റെ ഓരോ കാര്യങ്ങളും നമ്മൾ കറക്റ്റായിട്ട് നിരീക്ഷിച്ചിട്ട് വേണം ചെയ്യാൻ. ഓരോ കാര്യങ്ങളും കറക്റ്റായിട്ട് നിരീക്ഷിച്ചിട്ട് വേണം നമുക്ക് ചെയ്യണമെങ്കിൽ. അതുകൊണ്ടാണ് ഈ ഡീറ്റെയിലിംഗ് ഇത്ര കഷ്ടപ്പാട് വരുന്നത്. ഓക്കെ, അപ്പോൾ ഇതുപോലെ കറക്റ്റ് ഡീറ്റെയിലിംഗ് ചെയ്യുക. എപ്പോഴും ചെവിയുടെ ഉള്ളിലേക്ക് ഒരു ഓട്ടയായിരിക്കും, ഇങ്ങനെ ക്ലോസ് ആയിരിക്കില്ല, ചെവിയുടെ ഉള്ളിലേക്ക് ഒരു ഓട്ടയായിരിക്കും. അപ്പോൾ നമുക്ക് അതിനനുസരിച്ചിട്ട് ഒരു ഓട്ട സെറ്റ് ചെയ്യണം. ഇപ്പോൾ ജസ്റ്റ് ബോർഡറായി കണ്ടോ, ഇതുപോലത്തെ ഒരു ഓട്ട സെറ്റ് ചെയ്തെടുക്കണം. ഓക്കെ, അപ്പോൾ ചെവി ഏകദേശം ആയിട്ടുണ്ട്. ഇനി നമ്മൾ മാസ്കിംഗ് ടേപ്പ് വെച്ചിട്ട് തന്നെ ഇതൊന്ന് കവർ ചെയ്തെടുക്കുകയാണ് ചെവിയും കാര്യങ്ങളൊക്കെ. ഇതുപോലെ അപ്പുറത്തെ സൈഡിൽ നമ്മൾ സെറ്റ് ചെയ്തെടുക്കേണ്ടതാണ്. ഇതേ സെയിം പ്രൊസീജിയറിനെ റിപ്പീറ്റ് ചെയ്താൽ അപ്പുറത്തും നമുക്കൊരു ചെവി സെറ്റ് ചെയ്തെടുക്കാൻ പറ്റും. ഒപ്പം തന്നെ കണ്ണും കറക്റ്റ് നമ്മൾ അതിൻ്റെ ഉള്ളിലേക്കൊക്കെ കയറ്റി ഈ കാർഡ്ബോർഡ് പുറത്ത് കാണാത്ത രീതിയിലേക്ക് ഒട്ടിച്ചു കൊടുക്കുകയാണ്. എന്തെങ്കിലും പോയിന്റഡ് ആയിട്ട് എന്തെങ്കിലും ഉപയോഗിച്ചിട്ട് വേണം നമ്മളിങ്ങനെ ഡീറ്റെയിലിങ് കൂടുതലായിട്ട് ചെയ്യാൻ. ഇപ്പോൾ നമ്മൾ റഫായിട്ട് ചെയ്തിട്ടുള്ളൂ, ഇനി കുറച്ചുകൂടിയും ഡീറ്റെയിലിങ് കൂടുതലായിട്ട് ചെയ്യും. ഓക്കെ, അപ്പോൾ ചെവിയുടെ ഏകദേശം ഒരു പോർഷൻ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. എല്ലാ ഭാഗവും കവറായൊന്ന് ചെക്ക് ചെയ്യുക. കവറായിട്ടില്ലെങ്കിൽ മാസ്കിംഗ് ടേപ്പ് വെച്ച് കവർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, അങ്ങനെ നമ്മൾ മൂക്കും വായും കണ്ണും ചെവിയും ഒക്കെ ചെയ്തെടുത്തിട്ടുണ്ട്, ഡീറ്റെയിലിംഗ് ചെയ്തെടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഈ ഒരു സെക്ഷൻ കഴിഞ്ഞു. ഇതാണ് ഡീറ്റെയിലിംഗ് എന്ന് പറയുന്ന സെക്ഷൻ. മൂക്കും വായും കണ്ണും ചെവിയും ആണ് മെയിനായിട്ട് വരുന്നത്. ഓക്കെ, അടുത്തായി ഞാനിവിടെ ഒരു മിക്സർ എടുത്തിട്ടുണ്ട്. അപ്പോൾ 100% 50% വെള്ളവും 25% പശയും 25% മൈദയാണ് അതിൽ മിക്സ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ കുറച്ച് ന്യൂസ് പേപ്പേഴ്സ് എടുത്തിട്ട് അതിൽ ഇങ്ങനെ ഡിപ്പ് ചെയ്ത് വെക്കുക. കുറച്ച് കഴിയുമ്പോൾ ന്യൂസ് പേപ്പർ ഭയങ്കര ലൂസാവും. ആ ലൂസായ ന്യൂസ് പേപ്പർ എടുത്തിട്ട് നമ്മളിങ്ങനെ ഒട്ടിച്ചു കൊടുക്കുക. അങ്ങനെ മാനിനെ മൊത്തം നമ്മൾ ഇങ്ങനെ ഒട്ടിച്ചെടുക്കണം. ഈ ന്യൂസ് പേപ്പർ മാത്രം പോരാ, ഇനി ഈ ന്യൂസ് പേപ്പർ കവർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ടിഷ്യൂ പേപ്പർ വെച്ചിട്ടും ഇങ്ങനെ ചെയ്യും. അപ്പോൾ മൊത്തം വൈറ്റ് ആയിട്ട് കിട്ടും. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ മുകളിൽ ടിഷ്യൂ പേപ്പർ വെച്ചും ഇതുപോലെ സെയിം റിപ്പീറ്റ് ചെയ്യണം. ഇപ്പോൾ ന്യൂസ് പേപ്പറാണ്. ഓക്കെ, അങ്ങനെ ഇതുപോലെ ആയിട്ടുണ്ട് നമ്മുടെ മാൻ. നമ്മൾ ടിഷ്യൂ പേപ്പർ വെച്ചും കവർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. സെയിം റിപ്പീറ്റ് ചെയ്തിട്ടുള്ളതാണ്. ടിഷ്യൂ പേപ്പർ എടുത്തിട്ട് ഈ മാൻ്റെ മേലെ ആകെ ഇതുപോലെ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. ടിഷ്യൂ പേപ്പർ ഒട്ടിക്കുമ്പോൾ ശ്രദ്ധിക്കുക, ഈ ഡീറ്റെയിലിംഗ് ഒന്നും പോകരുത്. കണ്ണും ചെവിയും ഒക്കെ ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ ഇരിക്കണം.
കൊമ്പ് മടക്കം ഒട്ടിച്ചിട്ടുണ്ട്. അടുത്ത് ഞാനിവിടെ എടുത്തിട്ടുള്ള ഒരു മൾട്ടിവുഡ് ആണ്. അപ്പോൾ ഞാൻ ഈ ഒരു ഷേപ്പിലാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കാം. അങ്ങനെ മുകളിൽ ഹോൾ ചെയ്യണം, കാരണം നമുക്ക് ആണിമയാണ് ഇത് തൂക്കിയിട്ടുള്ളത്. അതായത് നമ്മുടെ മാനിനെ നമ്മൾ ഇങ്ങനെ വെച്ച് ഒട്ടിക്കും. അതായത് ഈ ഒരു മൾട്ടിവുഡിൻ്റെ സെൻട്രലായിട്ട് നമ്മൾ ഒട്ടിക്കും. എന്നിട്ട് ചുമരുമ ഹാങ്ങിയാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്കിങ്ങനെ ഒട്ടിച്ചിട്ട് പിന്നെ ചെയ്യേണ്ടത് പെയിൻറ്റിങ് ആണ്. ഓക്കെ, അപ്പോൾ ഞാൻ ഒട്ടിച്ച് കഴിഞ്ഞു. ഇനി പെയിൻറ്റിങ് ആണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഞാനിവിടെ സെലക്ട് ചെയ്തിട്ടുള്ളത് കരിവീട്ടിയുടെ പെയിൻ്റാണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പെയിൻറ്റ് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം. കുറച്ചുകൂടി മരമായിട്ട് ബന്ധപ്പെട്ട പെയിൻ്റ് ആയിരിക്കും നല്ലത്, കളറായിരിക്കും നല്ലത്. ഞാൻ അവിടെ കരിവീട്ടിയാണ് ഉപയോഗിച്ചിട്ടുള്ളത്. നിങ്ങൾക്ക് തേക്കോ അങ്ങനെ ഇഷ്ടമുള്ള കളർ ഉപയോഗിക്കാം. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ഒക്കെ ചെയ്ത് സഹായിക്കുക. ഇഷ്ടമായില്ലെങ്കിൽ എന്തുകൊണ്ട് ഇഷ്ടമായില്ല എന്നുള്ളൊരു കാര്യം കൂടി കമൻറ്റിൽ രേഖപ്പെടുത്താൻ ഓർമ്മിപ്പിക്കുന്നു. ഒരു കിടിലൻ ഐറ്റമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ ബൈ.